മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അറിയിച്ചു. പോലീസും മറ്റ് സുരക്ഷാ സേനകളും ജാഗ്രതയിലാണ്. ശബരിമലയിൽ വരുമാനം കുറവാണെങ്കിലും സർക്കാർ ഒപ്പമുണ്ടെന്ന വിശ്വാസമുണ്ട്. ഈ വിഷു മുതൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്ര സൗജന്യമാക്കാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡെന്നും അദ്ദേഹം അറിയിച്ചു. മകരവിളക്ക് തെളിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ വകുപ്പ് തല യോഗം വിളിച്ചു ചേർത്തു. ഓരോ വകുപ്പും നിലവിലെ ക്രമീകരണങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. സന്നിധാനത്ത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മകരവിളക്ക് ദർശനത്തിനായുള്ള ഭക്തർക്കുള്ള സൗകര്യങ്ങളും പൂർത്തിയായതായി പ്രസിഡന്റ് പ്രതികരിച്ചു. വരുന്ന വിഷുക്കാലം മുതൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്ര അയ്യപ്പന്മാർക്ക് സൗജന്യമാക്കുന്നതിന്റെ ശ്രമത്തിലാണ് ദേവസ്വം ബോർഡെന്നും ചില സംഘടനകളും വ്യക്തികളും ഇതിനായി വാഹനം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലയ്ക്കൽ ബേസ് ക്യാമ്പ് ആയതിൻ്റെ ഒരു ഗുണം നമ്മളിപ്പോൾ കണ്ടു. ചെറിയ ചില ദോഷങ്ങളുണ്ട്, ഇല്ലയെന്നല്ല, ആ ദോഷങ്ങൾ നമുക്ക് പരിഹരിക്കാം. പക്ഷേ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് ഈ വിഷു മുതലെങ്കിലും നിലയ്ക്കൽ നിന്ന് പമ്പ വരെയുള്ള സർവീസ് അത് ഭക്തജനങ്ങൾക്ക് തികച്ചും സൗജന്യമായി ഭക്തജനങ്ങൾക്ക് വരാൻ കഴിയണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശബരിമലയിൽ വരുമാനം കുറവാണെങ്കിലും സർക്കാർ ഒപ്പമുണ്ടെന്ന വിശ്വാസമുണ്ട്. ബജറ്റിന് മുമ്പേ സർക്കാരുമായി ശബരിമലയിലെ വികസനത്തെക്കുറിച്ച് ധാരണയിലെത്തും. പുതിയ കെട്ടിടങ്ങൾ സന്നിധാനത്ത് പണിയില്ലെന്നും നിലവിലെ ക്ഷേത്രത്തോട് ചേർന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ഭസ്മക്കുളവും മണിക്കിണർ നിർമ്മിക്കുവാൻ ബോർഡ് തയ്യാറെടുക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. റിനു ശ്രീധർ, സന്നിധാനം. നാളെ മകരവിളക്ക് ഉത്സവം നടക്കാനിരിക്കെ പമ്പയിലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വലിയ തോതിൽ തീർത്ഥാടകരുടെ തിരക്കും പമ്പയിൽ അനുഭവപ്പെടുന്നു. പമ്പയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി VS അഭിറാം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാളെ മകരവിളക്ക് നടക്കാനിരിക്കെ വ്യാപകമായി തന്നെ ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്ക് വരുന്നുണ്ട്. വലിയ തിരക്കാണ് ഇപ്പോൾ ശബരിമല അനുഭവപ്പെടുന്നതും. പമ്പയിൽ മകരവിളക്കിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് എത്തുന്ന എല്ലാ ഭക്തരും ഇവിടെ വിരിവയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നാളെയാണ് മകരവിളക്ക്. അപ്പോൾ ഇവിടെ നിന്ന് മകരവിളക്ക് കണ്ട ശേഷം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക എന്നാണ് ഇവിടെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിനാൽ തന്നെ ഇവിടെ വലിയ തോതിൽ തന്നെ ഭക്തരുടെ ഒരു തിരക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പമ്പയിൽ നടക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ പമ്പ വിളക്കും പമ്പ സദ്യയുമാണ്. ഉച്ചയ്ക്ക് ഇവിടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പമ്പ സദ്യ എന്ന പേര് കാലങ്ങളായുള്ള ആചാരമായി തന്നെ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ വൈകുന്നേരത്തോടെ പമ്പ വിളക്കുന്ന രീതിയിലുള്ള ആചാരവുമുണ്ട്. പമ്പയിൽ ദീപങ്ങൾ കത്തിച്ച് ഒഴുക്കുന്ന ഒരു ചടങ്ങാണിത്. അത് ഇന്ന് പ്രധാനമായും പമ്പയിലുള്ള ഈ രണ്ട് ചടങ്ങുകളാണ്. അതിന് ശേഷമാണ് മകരവിളക്കിൽ കാണാൻ വേണ്ടി തീർത്ഥാടകർ പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് കയറുക. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്തവണ പമ്പയിൽ സാധാരണയായി മകരവിളക്ക് കാണാനൊരു സ്ഥലമുണ്ടായിരുന്നു, ഹിൽ ടോപ്പ് അടക്കമുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഹിൽ ടോപ്പിൽ നിന്ന് മകരവിളക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം നമുക്കറിയാം, പ്രളയത്തിൽ ഏറ്റവും നാശം നേരിട്ട ഒരു മേഖലയാണ് ഹിൽ ടോപ്പ് അടക്കമുള്ളവ. അവിടെ വ്യാപകമായി തന്നെ മണ്ണിടിച്ചിൽ അടക്കമുള്ളവ ഉണ്ട്. അതിനാൽ തന്നെ ഇത്തവണ ഹിൽ ടോപ്പിൽ നിന്ന് നമുക്ക് സന്നിധാനത്ത് കത്തുന്ന പൊന്നമ്പലങ്ങളിൽ കത്തുന്ന മകരവിളക്ക് കാണാൻ കഴിയില്ല എന്നൊരു പ്രത്യേകത ഇത്തവണയുണ്ട്. അതുപോലെ തന്നെ പമ്പയിൽ കൃത്യമായ സുരക്ഷ ഫയർഫോഴ്സും ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റും ഒരുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സ്വദേശിയായ ഒരു ബാലൻ ഇവിടെ പമ്പയിൽ മുങ്ങി മരിച്ചു. അതിനാൽ തന്നെ കൃത്യമായി സുരക്ഷ ഒരുക്കാനും ഇവിടെ ഫയർഫോഴ്സും ദുരിതകർമ്മ സേനയും മറ്റും ശ്രമിക്കുന്നുമുണ്ട്. പോലീസിന്റെ കർശനമായ നിർദ്ദേശമുണ്ട്. കുട്ടികളടക്കമുള്ളവരെ ആഴമുള്ള ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകുന്നുമുണ്ട്. തന്നെ ഇവിടെ നിന്ന് മകരവിളക്ക് കാണാനുള്ള സൗകര്യം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നതും പമ്പയിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ പമ്പ സദ്യ ഉച്ചയ്ക്കാണ് നടക്കുക. ഉച്ചയ്ക്ക് അത്തരത്തിലൊരു സദ്യ എല്ലാ തവണയും ഉള്ളതാണ്. എല്ലാ തരത്തിലുള്ള വിഭവസമൃദ്ധമായ ഒരു സദ്യ ഭക്തർക്ക് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും തീർത്ഥാടകർക്കും നൽകാൻ കഴിയും എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. അതുപോലെ തന്നെ പമ്പ വിളക്കും ഒരു സ്ഥിരം ചടങ്ങാണ്. പമ്പയിൽ ദീപങ്ങൾ ഒഴുക്കി വിട്ടുകൊണ്ട് ഇവിടെ എത്തുന്ന തീർത്ഥാടകരെല്ലാം തന്നെ പമ്പ വിളക്കിൽ പങ്കാളികളാകും. അതിനുശേഷം രാത്രിയോടെ തന്നെ ഒരു മല കയറുകയും ചെയ്യും. ഇന്ന് മല കയറുന്ന ആരും തന്നെ തിരിച്ച് പമ്പയിലേക്ക് മകരവിളക്ക് കഴിയാതെ വരില്ല. മകരവിളക്ക് കഴിയുന്നവരെ പമ്പയിൽ നിന്ന് അവിടേക്ക് പോയ ഭക്തർ സന്നിധാനം തുടരുകയും തുടർന്നാണ് തിരിച്ച് മകരവിളക്ക് കഴിയുന്നതോടെ വ്യാപകമായി തന്നെ കൂട്ടത്തോടുള്ളൊരു ഇറക്കം ഇവിടേക്ക് ഉണ്ടാകും. അത് കണക്കിലെടുത്ത് തിരിച്ചിറങ്ങുന്ന ഭക്തർക്ക് പോകാനുള്ള വഴികളും മറ്റും ഇപ്പോൾ തന്നെ പോലീസ് സജ്ജീകരിക്കുന്നുമുണ്ട്. ഇതിൽ കൂട്ടമായി തന്നെ ഭക്തർ എത്തുന്നതോടെ വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ശ്രദ്ധയും പോലീസ് ഇപ്പോൾ പമ്പയിൽ നടത്തുന്നുണ്ട്. പമ്പയിൽ നിന്ന് ക്യാമറാൻ PP സലീമിനൊപ്പം VS അഭിരാം. K. മുരളീധരന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മറുപടി: എന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നവർ അവരുടെ സ്ഥാനം ആദ്യം ഉറപ്പിക്കുകയാണ് വേണ്ടത്. രാമൻ നായരെ പോലും നിലനിർത്താൻ പറ്റാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പത്മകുമാർ പ്രതികരിച്ചു. മരിക്കുമ്പോഴും ചെങ്കൊടി പുതച്ച് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും പത്മകുമാർ പ്രതികരിച്ചു. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കോൺഗ്രസിനകത്തേക്കൊക്കെ ആളിനെ ക്ഷണിക്കുമ്പോൾ ഈ ക്ഷണിക്കുന്നവരുടെ സ്ഥാനം അതിനകത്ത് ഉറപ്പാണോ എന്നുള്ളതൊന്ന് ഉറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, രാമൻ നായരെ പോലുള്ളവരെ പോലും കോൺഗ്രസിനകത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ പുതിയ ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കാഴ്ചപ്പാടുകളുള്ളവരാണ്. അതല്ലാതെ ഇപ്പോൾ എൻ്റെ ഭാവിയെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ എന്നെ പറ്റിയുള്ള കരുതലിന് എനിക്ക് ഏറ്റവും സന്തോഷം തന്നെയാണ്. പക്ഷേ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 10-15 വയസ്സുള്ളപ്പോൾ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. ഞാൻ ആരംഭിച്ച 73 മുതൽ നാളിതുവരെ എനിക്കെൻ്റെ പാർട്ടിയോ ഞാൻ നിന്ന മുന്നണിയോ മാറേണ്ടി വന്നിട്ടില്ല. നിന്ന പാർട്ടിയോ മുന്നണിയോ മാറേണ്ടി വന്നവരും മാറിയും മറിഞ്ഞും നിന്നിട്ടുള്ളവരും അവനവൻ്റെ സ്ഥാനത്തെപ്പറ്റി സ്വപ്നമുള്ളവരുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം കണ്ണടയ്ക്കുന്ന കാലത്ത് ഇത്രയും കാലം പിടിച്ച കൊടി ആ കൊടി പുതപ്പിച്ചിട്ട് കിടക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് മുരളീധരന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മുരളീധരൻ അങ്ങനെ പറഞ്ഞത്. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് മാറ്റം വിവാദത്തിലേക്ക്. കോൺഗ്രസിൻ്റേത് മൃദു ഹിന്ദുത്വ സമീപനം എന്ന സംശയമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറിയ രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദമാണ് നിലപാട് മാറ്റത്തിന് പിന്നിലെന്ന് സൂചന നൽകി. EM അഷറഫിന്റെ റിപ്പോർട്ട് കാണാം. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാട് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തതിനു ശേഷം തന്റെ നിലപാട് മാറ്റി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇതൊരു ദേശീയ നേതാവിന് ചേർന്നതല്ലെന്നും ദുബായിലെ മാധ്യമ പ്രവർത്തകനായ ഭാസ്കർ രാജ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ PCCയുടെ ഉപദേശം കേട്ടതിന് ശേഷം, ഉപദേശം എന്നാണ് പറഞ്ഞത്, അവരുടെ വാദം കേട്ടതിന് ശേഷം ആണ് നിലപാട് അദ്ദേഹം മാറ്റിയിരിക്കുന്നത്. നേരത്തെയുള്ള നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ട് നേരെ ഒരു മലക്കമറിച്ചിലാണ് അദ്ദേഹം ചെയ്തത്. അത് പറയുന്നത് രണ്ട് ഭാഗത്ത് ന്യായമുണ്ടെന്നാണ്. പക്ഷേ ഈ ന്യായമുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു വാദത്തിന് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ഘടകത്തിൽ, കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. രണ്ട് ചേരി, അതായത് ചേരി തിരിവ് കുറച്ച് കൂടുതൽ സ്ട്രോങ് ആകും. കാര്യം കൂടുതൽ കേന്ദ്രത്തിനോട് കൂടുതൽ ആഭിമുഖ്യം, അതായത് ഹൈക്കമാൻഡിനോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടെന്ന് കാണിക്കാൻ ഒരു വിഭാഗവും, എന്നാൽ അതേ സമയത്ത് തന്നെ അന്ധവിശ്വാസവും അനാചാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു നവോത്ഥാനത്തിലേക്ക് പോകുന്നതിന് പകരമായിട്ട് യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു വഴിയിലേക്ക് പോകാനായിട്ടാണ് ഇത് സാധ്യതയുള്ളത്. ഒരു ദേശീയ നേതാവിന് ചേർന്ന്, ദേശീയ നേതാവ് പ്രത്യേകിച്ച് ഒരു യുവജനതയെ യഥാർത്ഥത്തിൽ നേരായ വഴിക്ക് നയിക്കേണ്ട ഈ അവസരത്തിൽ അദ്ദേഹം ഈ ഒരു നിലപാടെടുത്തത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതിനായിട്ട് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. സുപ്രീം കോടതിയുടെ തീരുമാനത്തെപ്പറ്റി നേരത്തെ തന്നെ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം മനഃപൂർവ്വം അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഇതിപ്പോൾ സബ് ജുഡീസി ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സുപ്രീം കോടതിൻ്റെ തീരുമാനത്തെ എതിർക്കാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അനുകൂലിക്കാനോ അദ്ദേഹം മെനക്കെട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഏത് വാദം എടുത്തു കഴിഞ്ഞാലും അതിന് രാഷ്ട്രീയമായ ചില പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഇതേ സമയത്ത് ഒരു നിലപാട് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിൽ, അതായത് ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ആണെന്ന് നമ്മൾ ധരിച്ചിരുന്നതായ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് ഈ നവോത്ഥാനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചുള്ളതിൻ്റെ പേരിലോ രണ്ട് ചേരി ആയിട്ട് തിരിഞ്ഞതിന് ശേഷം അന്ധവിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കത്ത വിധത്തിലുള്ള ഒരു സമൂഹം കേരളത്തിൽ വളരുകയാണ്. അതിനെതിരായിട്ട് യുവാക്കളെ അണിനിരത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു യുവ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അത് അദ്ദേഹം ചെയ്തില്ലെന്നുള്ളത് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം അത് മാറാൻ പാടില്ലായിരുന്നു. കേരള ഗവൺമെന്റ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുകയല്ലേ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. EM അഷ്റഫ്, ദുബായ്. ശബരിമല വിഷയത്തിൽ BJP കേരള നേതൃത്വം വീണ്ടും പ്രതിസന്ധിയിൽ. ദേശീയ കൗൺസിൽ ശബരിമല വിഷയത്തിൽ യാതൊരു ഉറപ്പും നൽകാത്തതോടെ BJPയുടെ ഇരട്ടത്താപ്പ് വീണ്ടും വ്യക്തമാകുന്നു. രാഷ്ട്രീയ നേട്ടത്തിനായി അണികളെയും വിശ്വാസികളെയും തെരുവിലിറക്കിയതിന് സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ട സാഹചര്യമാണ് കേരളത്തിലെ BJPക്കുള്ളത്. അയോധ്യ, ശബരിമല വിഷയങ്ങൾ വികാരപരമായി നിലനിർത്തി വോട്ടാക്കി മാറ്റുക, അതിലുപരിയായി ഈ വിഷയങ്ങളിൽ BJPക്ക് പ്രശ്നപരിഹാരത്തിന് യാതൊരു താല്പര്യവുമില്ല. ഇക്കാര്യം അടിവരയിടുന്നതായിരുന്നു BJP ദേശീയ കൗൺസിലിലെ രാഷ്ട്രീയ പ്രമേയം. ദേശീയ നേതൃത്വത്തിന്റെ ഈ നിലപാടോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് കേരളത്തിലെ BJPയാണ്. വിശ്വാസികൾക്കായി നിലകൊള്ളുന്നുവെന്നും വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാമെന്നുമുള്ള വാഗ്ദാനങ്ങളായിരുന്നു കേരളത്തിൽ BJP നടത്തിയത്. എന്നാൽ രാഷ്ട്രീയ പ്രമേയത്തിൽ ശബരിമലയെക്കുറിച്ച് യാതൊന്നും മിണ്ടാഞ്ഞതോടെ ഇതൊക്കെ പൊള്ളവാഗ്ദാനങ്ങളാണെന്ന് തുറന്നുകാട്ടപ്പെട്ടു. വിഷയം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പുതിയ സംഭവത്തോടെ അണികളോട് വിശദീകരണം നൽകാൻ നേതാക്കൾ ഏറെ വിയർക്കേണ്ടി വരും. സമാനമായ സാഹചര്യമാണ് അയോധ്യ വിഷയത്തിലുമുള്ളത്. അയോധ്യ വിഷയത്തിലും യാതൊരു ഉറപ്പും നൽകാതെയായിരുന്നു ദേശീയ കൗൺസിൽ രാഷ്ട്രീയ പ്രമേയം പാസാക്കിയത്.
എന്തെങ്കിലും വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചാൽ എന്തുകൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവന്നില്ല എന്നുൾപ്പെടെ ബി.ജെ.പിക്ക് പറയേണ്ടി വരും. അയോധ്യ വിഷയം പ്രമേയത്തിൽ നിന്ന് ഒഴിവാക്കിയത് ബി.ജെ.പിക്ക് മറ്റൊരു തരത്തിൽ തിരിച്ചടിയാണ്. ശിവസേനയും മറ്റ് തീവ്ര ഹിന്ദു സംഘടനകളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബി.ജെ.പിയെ വിമർശിക്കാനിടയുണ്ട്. അതിനാൽ തന്നെ അയോധ്യ വിഷയം പ്രമേയത്തിൽ നിന്ന് ഒഴിവാക്കിയത് ബി.ജെ.പിക്ക് മറ്റൊരു തരത്തിൽ വലിയ തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഒരിടവേള. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണത്തിന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശുപാർശ ചെയ്യും. മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണക്കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നും IRCT അഴിമതി കേസിൽ ഒരു പ്രതിയെ FIR-ൽ നിന്ന് ഒഴിവാക്കിയെന്നുമുള്ള ആരോപണങ്ങളിൽ ആണ് അന്വേഷണം ആവശ്യപ്പെടുക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൗധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്താനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് CVC അലോക് വർമ്മയ്ക്കെതിരെ CBI അന്വേഷണം നടത്തണമെന്ന നീക്കവുമായി രംഗത്ത് വന്നത്. അലോക് വർമ്മയ്ക്കെതിരെ രാകേഷ് അസ്താന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം CVC അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ അലോക് വർമ്മയ്ക്കെതിരെയുള്ള CVC അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള സുപ്രീം കോടതി ജസ്റ്റിസ് AK പട്നായിക് അലോക് വർമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അസ്താന പരാതിയിൽ ഉന്നയിച്ച 10 ആരോപണങ്ങളിൽ 4 തുടരന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി CVC കേന്ദ്ര സർക്കാരിന് കത്ത് നൽകും. മാംസവ്യാപാരി മൊയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണ കേസിൽ ഹൈദരാബാദ് സ്വദേശി സതീഷ് ബാബു സനയിൽ നിന്ന് 2 കോടി രൂപ കോഴ വാങ്ങിയതിന് സാഹചര്യങ്ങളുണ്ടെന്നാണ് CVCയുടെ വാദം. RJD നേതാവ് ലാലു പ്രസാദ് യാദവ് മുഖ്യപ്രതിയായ IRCTC അഴിമതി കേസിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ ഒഴിവാക്കാൻ ഇടപെട്ടു. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ CBI നിയമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളിലാണ് CVC CBIയുടെ തുടരന്വേഷണം ആവശ്യപ്പെടുക. അതേസമയം CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ അലോക് വർമ്മയ്ക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ. CVC റിപ്പോർട്ടിൽ നിലപാട് വ്യക്തമാക്കാൻ അവസരം നൽകാതെ വർമ്മയെ പുറത്താക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധം എന്നാണ് ഠാക്കൂർ ഒരു ദേശീയ ദിനപത്രം നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിൽ SP-BSP സഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ ഒഴിവാക്കിയതിൽ രാഹുൽ ഗാന്ധിക്ക് നിരാശ. ചെറുപാർട്ടികളെ ചേർത്ത് കോൺഗ്രസ് മതേതര സഖ്യത്തിന് UP-യിൽ നേതൃത്വം നൽകും. മായാവതി അഖിലേഷ് സഖ്യ ചർച്ചകളിൽ നിന്ന് സമാജ്വാദി സ്ഥാപകൻ മുലായം സിംഗിനെ ഒഴിവാക്കിയെന്ന വിമർശനവുമായി പാർട്ടി രാജ്യസഭാ MP അമർ സിംഗും രംഗത്തെത്തി. ഉത്തർപ്രദേശിൽ വലിയ പ്രചാരണ തന്ത്രങ്ങളാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിരുന്നത്. അടുത്ത മാസം പകുതിയോടെ പശ്ചിമ UP-യിലെ കാർഷിക ഭൂമിയായ ഹാംപൂർ ജില്ലയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ റാലിയോടെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആരംഭിക്കുക. 11 വൻ റാലികളെ UP-യിൽ രാഹുൽ അഭിസംബോധന ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സഖ്യകക്ഷിയായ സമാജ്വാദി കോൺഗ്രസ് ബന്ധം വിട്ട് മായാവതിയുമായി സഖ്യം പ്രഖ്യാപിച്ചത് ഈ പ്രചാരണങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. BJP-ക്കെതിരെ പൊതുസഖ്യം എന്നതായിരുന്നു കോൺഗ്രസ് ആഗ്രഹം. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ്. സഖ്യത്തിലൂടെ ഇത് മറികടക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. മായാവതിയുടെയും അഖിലേഷിന്റെയും നിലവിലെ നീക്കത്തിൽ രാഹുൽ ഗാന്ധി നിരാശ പ്രകടിപ്പിച്ചതായും സൂചനയുണ്ട്. പക്ഷേ സഖ്യത്തിനെതിരെ പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല. UP-യുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഗുലാം നബി ആസാദിനോട് പാർട്ടി പ്രചാരണങ്ങൾ ശക്തമാക്കാൻ രാഹുൽ നിർദ്ദേശം നൽകി. കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിയായിരിക്കും പൊതു തെരഞ്ഞെടുപ്പ് നേരിടുക. UP-യിലെ ചെറുപാർട്ടികളെ ചേർത്ത് മതേതര സഖ്യത്തിന് രൂപം നൽകി കോൺഗ്രസ് മത്സരിക്കണമെന്ന താല്പര്യവും ചില ഹൈക്കമാൻഡ് നേതാക്കൾ പങ്കുവയ്ക്കുന്നു. അതേസമയം മായാവതിയുമായി അഖിലേഷ് നടത്തിയ സഖ്യത്തിനോട് സമാജ്വാദിയിലെ മുലായം സിംഗ് വിഭാഗം നേതാക്കൾ പൂർണ്ണ തൃപ്തരല്ലെന്നാണ് സൂചന. പാർട്ടി സ്ഥാപകൻ മുലായം സിംഗിനെ ഒഴിവാക്കിയാണ് മകൻ അഖിലേഷ് യാദവ് സഖ്യം രൂപപ്പെടുത്തിയതെന്ന് പാർട്ടി രാജ്യസഭാ MP അമർ സിംഗ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. IT മേഖലയിൽ 2.5 ലക്ഷം പേർക്ക് പ്രത്യക്ഷത്തിൽ തൊഴിൽ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന IT വകുപ്പ് സ്ഥാപിച്ച രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമുച്ചയം കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതിവേഗം വളരുന്ന സംസ്ഥാനത്തെ IT മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാണ് പുതിയ സംരംഭമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1,82,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സമുച്ചയം കളമശ്ശേരിയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ രാജ്യത്തെ പ്രമുഖ IT വിദഗ്ധരെയും നവസംരംഭകരെയും സാക്ഷികളാക്കി സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. IT മേഖലയിൽ 2.5 ലക്ഷം പേർക്ക് പ്രത്യക്ഷത്തിൽ തൊഴിൽ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് IT സ്റ്റാർട്ടപ്പ് സമുച്ചയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. IT മേഖലയിൽ 2.5 ലക്ഷം പേർക്ക് പ്രത്യക്ഷ തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് കൈക്കൊണ്ടുവരുന്നത്. ആ ലക്ഷ്യം
സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ചരിത്രപരമായ ഒരു ചുവടുവെപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. 13.5 ഏക്കറിലാണ് ലോകത്തിന് തന്നെ മാതൃകയായ IT സ്റ്റാർട്ടപ്പ് സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായ സൗകര്യങ്ങളും പിന്തുണയും ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളം മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥാപിച്ച കാത്ത് ലാബിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാണ് എന്നതിനാൽ ദരിദ്രർ മാത്രമല്ല ചില സമ്പന്നരും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാഹചര്യം ഇപ്പോഴുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കടപിടിക്കത്തക്ക നിലയിലുള്ള സൗകര്യമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഒരുക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ തരത്തിലുള്ള ചികിത്സകൾ, അതിൽ അവയവമാറ്റം, ഹൃദയം മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ, കിഡ്നി മാറ്റിവെക്കൽ, ഇങ്ങനെ പലതരത്തിലുള്ള ചികിത്സകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നടത്തുന്നുണ്ട്. 285 കോടി രൂപ മുതൽ മുടക്കിലാണ് മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി സമുച്ചയം 8 നിലകളിലായി നിർമ്മിക്കുന്നത്. കിഫ്ബിയിൽ നിന്നാണ് ഇതിനുള്ള പണം കണ്ടെത്തിയത്. ഹൃദ്രോഗ ചികിത്സാ വിഭാഗത്തിൽ പുതുതായി സ്ഥാപിച്ച കാത്ത് ലാബിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ MK സാനു, MP മാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒരിടവേള. മൂന്നാർ പൂപ്പാറയ്ക്ക് സമീപത്തെ റിസോർട്ടിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. റിസോർട്ട് ഉടമ രാജേഷ്, ജീവനക്കാരൻ മുത്തയ്യ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഒരാളെ കാണാനില്ല. സംഭവം കൊലപാതകമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനമുണ്ട്. ശാന്തൻപാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇപ്പോൾ സമീർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ നിർണായകമായ ഏതെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചതായി സൂചനകളുണ്ടോ? ആനന്ദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് ഈ നിമിഷത്തിൽ പങ്കുവെക്കാനുള്ളത് ഈ സംഭവം കൊലപാതകം എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ റിസോർട്ട് ഉടമയായിട്ടുള്ള രാജേഷ് വെടിയേറ്റാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന്റെ കൂടെ 12 വർഷമായി കൂടെയുള്ള തൊഴിലാളിയായിരുന്നു മുത്തയ്യയ്ക്ക് അടിയേറ്റുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. രാജേഷിനെ ഏലത്തോട്ടത്തിൽ, ഈ റിസോർട്ടിനോട് ചേർന്നിട്ടുള്ള ഏലത്തോട്ടത്തിലും മുത്തയ്യയെ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഹോം സ്റ്റേയുടെ റിസോർട്ടിന്റെ സ്റ്റോർ റൂമിലുമായിരുന്നു. ഈ 2 പേരെയും കൊലപ്പെടുത്തിയ ശേഷം ഇവർക്ക് ഒപ്പം ഉണ്ടായിരുന്ന 3ാമത്തെ വ്യക്തി രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് ഇപ്പോൾ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം രാജേഷിന്റെ വാഹനവുമായാണ് കൊലയാളി രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയായിരിക്കാം നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. 40 ഏക്കറോളം വരുന്ന ഏലത്തോട്ടമാണ് ഉള്ളത്. ഈ ഏലത്തോട്ടത്തിനുള്ളിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരും തന്നെ ഈ ദിവസങ്ങളിൽ അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യവും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന, പുതുതായി ജോലിക്ക് എത്തിയിട്ടുള്ള മാനേജറായി ഇടുക്കി സ്വദേശി തന്നെയാണ് ഈ മാനേജറായി വന്നിരുന്നത്. ഈ വ്യക്തിയാണ് ഇവരെ 2 പേരെയും കൊന്ന ശേഷം രക്ഷപ്പെട്ടത് എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഈ വ്യക്തിക്ക് വേണ്ടിക്കൊണ്ട് പോലീസ് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോട് കൂടിയായിരിക്കാം കൊല ചെയ്തത് എന്നാണ് പോലീസ് കരുതുന്നത്. ഇന്ന് 12 മണിയോട് കൂടിയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. വലിയ ഒരു ഏലത്തോട്ടമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സാധാരണക്കാർക്കൊന്നും തന്നെ അങ്ങോട്ട് എത്തിപ്പെടുക ബുദ്ധിമുട്ടാണ്. തൊഴിലാളികൾ മാത്രമേ പലപ്പോഴും ഇങ്ങോട്ട് എത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സംഭവം പുറത്തറിയാനും വൈകി. എന്തായാലും 12 മണിയോട് കൂടിയാണ് രാജേഷിന്റെ മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഏലത്തോട്ടത്തിലായിരുന്നു. പിന്നീട് ഈ റിസോർട്ടിന്റെ ഭാഗത്ത് നോക്കിയപ്പോഴാണ് സ്റ്റോർ റൂമിനകത്ത് മുത്തയ്യയുടെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും രണ്ടു മരണവും കൊലപാതകമാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശാന്തപാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 3ാമത്തെ വ്യക്തിയാണ് ഇവരെ കൊല ചെയ്തത് എന്ന് തന്നെയാണ് പോലീസ് അനുമാനിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. സമീർ സി വഴങ്ങോടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും 2 പേരുടെ മരണവും കൊലപാതകം എന്ന സ്ഥിരീകരണം പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയിരിക്കുന്നു എന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ
നമുക്ക് മൂന്നാർ പൂപ്പാറയിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. സ്വർണ്ണ പണയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. അംഗീകൃത സ്വർണ്ണ വ്യാപാരികളുടെ ആഭരണങ്ങളുടെ മാതൃകയിൽ മറ്റ് ലോഹങ്ങളിൽ പണിതാണ് തട്ടിപ്പുകൾ. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘം ആണെന്നാണ് സൂചന. കുട്ടനാട്ടിലെ ചില പണമിടപാട് കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ഡിസംബറിൽ തട്ടിപ്പുകൾ നടന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലെത്തി സമീപ പ്രദേശങ്ങളിലെ മേൽവിലാസം നൽകിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അത് ഈ 916 സീലും കടയുടെ സീലും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇരുന്ന പെണ്ണ് കൂടുതലായിട്ടൊന്നും നോക്കിയില്ല. അപ്പോൾ അടുത്ത പ്രദേശമായത്, അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു നാട്ടിൻ പ്രദേശമാണല്ലോ. ഇപ്പോൾ നാട്ടിൻ പ്രദേശമായതുകൊണ്ട് അങ്ങനെ ID പ്രൂഫോ അല്ലെങ്കിൽ വേറെ ഒന്നും മേടിക്കുന്ന അങ്ങനെയല്ല, എല്ലാം അറിയാവുന്ന ആൾക്കാർക്ക് ആണെന്നുള്ള രീതിക്ക് അങ്ങ് എടുത്തതാണ്. അത് 2 അഡ്രസ്സിൽ 2 പേരാണ് വന്ന് പണയം വെച്ചത്. സ്ഥിരമായിട്ട് നമുക്ക് ഗോൾഡ് കൈകാര്യം ചെയ്യുന്നവർക്കേ പെട്ടെന്ന് ഇത് വരച്ച് നോക്കാതെയോ അല്ലെങ്കിൽ ഇത് ആസിഡ് ചെയ്തോ ഒക്കെ അല്ലാതെ അറിയാനൊക്കത്തില്ല. കാരണം വെച്ചാൽ ഇതിന് 2 സ്ഥലത്തു നിന്ന് സീലും, അപ്പോൾ ഇതിനു വേണ്ടി തന്നെ പണിത് വന്നിരിക്കുന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനത്. ഇടപാടുകാരെ വിശ്വസിപ്പിക്കാൻ 916 മുദ്രകൾ ആലേഖനം ചെയ്ത ആഭരണങ്ങൾ നൽകിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. ഒന്നിലധികം ആളുകളെത്തിയാണ് ഇത്തരം ആഭരണങ്ങൾ സ്വർണമെന്ന വ്യാജേന പണയം വയ്ക്കുന്നത്. കേരളത്തിലാകമാനം സമാനമായ രീതിയിൽ തട്ടിപ്പുകൾ നടന്നു വരുന്നതായും ഇവർ പറയുന്നു. തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിലെ ചിലരുടെ ചിത്രങ്ങൾ CCTV ക്യാമറയിലൂടെ ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകി. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അഭിമന്യുവിന്റെ സ്വപ്ന വീട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിന് കൈമാറും. അഭിമന്യുവിന്റെ കുടുംബത്തിനു വേണ്ടി CPIM വട്ടവടയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. കൂടാതെ അഭിമന്യുവിന്റെ നാമത്തിൽ വട്ടവടയിൽ നിർമ്മിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. അഭിമന്യു ബാക്കിവെച്ച ഒരു സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകുകയാണ്. ഒറ്റമുറി വീട്ടിൽ നിന്ന് അവന്റെ കുടുംബത്തിന് മോചനമാകുന്നു. രക്ഷിതാക്കളായ മനോഹരൻ, ഭൂപതി, സഹോദരങ്ങളായ പരിജിത്ത്, കൗസല്യ എന്നിവർക്കായി വട്ടവട കൊട്ടക്കമ്പൂർ റോഡിൽ CPIM വില കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ് 1256 ചതുരശ്രടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. ജൂലൈ 23-ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് വീടിന് തറക്കല്ലിട്ടത്. മുഖ്യമന്ത്രി നിർവഹിക്കുന്ന വീടിന്റെ താക്കോൽദാനവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടിയാണ് വട്ടവടയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ പറഞ്ഞു. ആദ്യമായി തന്നെ അവിടെ 10 സെന്റ് സ്ഥലം വാങ്ങിച്ചിരുന്നു. അവിടെ വീട് നിർമ്മിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹം, അതും അദ്ദേഹം ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അതിൻ്റെ താക്കോൽ ദാനം 14-ാം തീയതി രാവിലെ 10:30 മണിക്ക് മുഖ്യമന്ത്രി നൽകാമെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ ജൂലൈ 2-നാണ് SDPI പ്രവർത്തകർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അഭിമന്യുവിന്റെ വിയോഗത്തെ തുടർന്ന് ഈ കുടുംബത്തെ CPIM ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഓട്ടോ ഡ്രൈവറായ യുവാവിനെ അപകടം അബോധാവസ്ഥയിലാക്കിയിട്ട് 3 മാസം തികയുന്നു. അപകടത്തിന് ശേഷം ബോധം തിരിച്ചു കിട്ടാതെ ആശുപത്രി കിടക്കയിൽ കഴിയുകയാണ് കണ്ണൂർ ചപ്പാരപ്പടവ് സ്വദേശി മനോജ്. മനോജിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ പകച്ചു നിൽക്കുകയാണ് ഭാര്യയും പറക്കമുറ്റാത്ത 2 കുട്ടികളും ഉൾപ്പെടുന്ന നിർധന കുടുംബം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നായിരുന്നു ചപ്പാരപ്പടവ് സ്വദേശി മനോജിന്റെ കുടുംബത്തെ ഇരുട്ടിലാക്കിയ അപകടം. പണി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഓട്ടോറിക്ഷ മറയുകയായിരുന്നു. അപകടത്തിൽ തലച്ചോറിനാണ് ക്ഷതമേറ്റത്. അപകടത്തിന് ശേഷം ഇതുവരെ മനോജിന് ബോധം തെളിഞ്ഞിട്ടില്ല. 2 ആഴ്ച പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിൽ കഴിഞ്ഞു. അതിനുശേഷം കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 3 മാസത്തോളമായി അബോധാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ് മനോജ്. ദിനംപ്രതി 2000 രൂപയോളമാണ് മരുന്നിന് മാത്രം വേണ്ടത്. ദീർഘനാളത്തെ വിദഗ്ധ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാകും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവ് വരും. ചികിത്സയ്ക്കും വീട്ടുചെലവിനും വഴിയില്ലാതെ പകച്ചു നിൽക്കുകയാണ് മനോജിനെ മാത്രം ആശ്രയിച്ച് കഴിയുകയായിരുന്ന ഭാര്യയും 2 കുഞ്ഞുമക്കളും ഉൾപ്പെടുന്ന കുടുംബം. ചികിത്സ ഇപ്പം 3 മാസത്തോളമായി ചികിത്സയിൽ 25 ദിവസത്തോളം പരിയാരം ICUവിൽ കിടന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പം കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത്. ഇനി എത്ര നാൾ ചികിത്സ വേണമെന്നുള്ളതൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല. നല്ലൊരു സമയമെടുക്കും, നേരെയായി വരാമെന്നാണ് പറഞ്ഞത്. മനോജിന്റെ ചികിത്സക്കായി നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് സ്വരൂപിക്കാൻ കഴിയുന്നതിലും ഏറെയാണ് ചികിത്സയ്ക്ക് വേണ്ട പണം. മനോജിന്റെ ഭാര്യ സവിതയുടെ പേരിൽ തളിപ്പറമ്പ് SBI ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. 380 882 815
89 എന്ന അക്കൗണ്ടിലേക്ക് പണമയച്ച് ഈ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ സഹായിക്കാം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.